ഹലോ ഹലോ എന്തല്ല. അപ്പം ഗൈസ് നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. ഈ 3-4 ദിവസമായിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നെ കൂടെ പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങ് ലാഗാക്കി. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് നമ്മുടെ ബേസിക് സയൻസിൻ്റെയാണ് കേട്ടോ. നൈറ്റിലെടുത്ത ക്ലിപ്പാണ്, അതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല. ഞാനിവിടെ നല്ല നൈറ്റ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല ചില്ലായിട്ട് ബയോളജി പഠിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ കണ്ടു. അങ്ങനെ സമയം പോയി. ഒരു 10:30 വരെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ത് ചെയ്തു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി എടുക്കുന്നത്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞാൻ ഈ ചാപ്റ്റേഴ്സ് ഒന്നും തൊട്ടിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇമ്മക്കാണ് ഈ സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൊത്തം പഠിക്കണ്ടേ. എനിക്കാണ് ഈ ഫിസിക്സിനെ കണ്ണെടുത്താൽ കണ്ടുവിടുക. ഒരു കുന്തും എനിക്ക് മനസ്സിലാവില്ല. അല്ലാണ്ട് ക്ലാസ്സിലങ്ങനെ ലീവാവുന്നതുകൊണ്ടൊന്നുമല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഫിസിക്സ് അമ്മരേക്ക് പഠിച്ചിട്ടുമില്ല. ഇതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എക്സാമിനെ പറ്റി പറയാൻ എനിക്ക് ഒരു വാക്കുകളുമില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. സീരിയസ്ലി ശരിക്കും അത് ശരിക്കുള്ളൊരു റിവ്യൂ ഫിസിക്സ് നല്ല ടഫായിരുന്നു എനിക്ക്. ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫിസിക്സ് എനിക്ക് നല്ല ടഫായിരുന്നു. പിന്നുള്ളത് കെമിസ്ട്രി. എനിക്ക് കൂട്ടത്തിൽ കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. കെമിസ്ട്രി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഈസി എന്നൊന്നും പറഞ്ഞുകൂടാ, ടഫും അല്ല, അത്ര കുഴപ്പമില്ല. കൂട്ടത്തിൽ ഇപ്രാവശ്യം പഠിച്ച് പോയത് ബയോളജി ആണെങ്കിൽ എന്താ പറയുക, കെമിസ്ട്രി പോലെ തന്നെ കുഴപ്പമില്ല. ചെറിയൊരു ടഫ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വേഗം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിനെല്ലാം തീർന്നു. ഞാനിപ്പോൾ പഠിക്കുന്ന മൊത്തം ബയോളജീൻ്റെ ആയിരിക്കും. ഫസ്റ്റ് കെമിസ്ട്രി കുറച്ച് പഠിച്ചു, പിന്നെ ബയോളജീൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നോക്കി. പിന്നെ ഈ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ക്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ ഞാൻ കുറേ നേരം ലാപ്ടോപ്പിൽ ഇങ്ങനെ അതും ഇതൊക്കെ കണ്ട് കുത്തിരിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് എന്തൊക്കെ പഠിക്കണം എന്ന് ആലോചിച്ച് ഞാൻ തല പുണ്ണാക്കാൻ തുടങ്ങി. അങ്ങനെ തലയൊക്കെ കുറച്ച് നേരം പെരുത്ത് കിടക്കുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച സമയം നോക്കുമ്പോൾ 11:20. നമുക്ക് 12:30 ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നാലാണ് അവിടെ ഒരു മണിക്കെങ്കിലും എത്തുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അരമണിക്കൂറുണ്ടോ സ്കൂളിലേക്ക് പോകാൻ. അല്ല, ഈ ബസ്സിൻ്റെ ടൈമേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്കൊരു 12 മണി വരെയൊക്കെയാണ് പഠിക്കാനുള്ള ടൈം. അപ്പം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫെർട്ടിലൈസേഷൻ അങ്ങനത്തെ ആ ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നത് എനിക്ക് അത്യാവശ്യം എഴുതാൻ പറ്റി ഗൈസ്. പിന്നെ നമുക്കിനി മാത്സിൻ്റെ എക്സാമാണ്. അപ്പം നമ്മൾ അടിപൊളി സ്റ്റഡി വ്ളോഗ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും കാണാൻ മറക്കല്ലേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം ഈ ഫീമെയിലിൻ്റെ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീമെയിലിൻ്റെ. പിന്നെ ട്വിൻസിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ചേരം കെമിസ്ട്രിയിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പഠിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം നല്ലോണം അറിയുന്നതും ഈ ഒരു ചാപ്റ്ററിനാണ്. ഈ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫിസിക്സിലോട്ടേക്ക് പോകാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും പോയല്ലേ പറ്റൂ. എക്സാമിന് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കൂല്ല. അതുകൊണ്ട് ഞാൻ ഫിസിക്സും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാനിതിൽ ഫിസിക്സിൽ പഠിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ അത്യാവശ്യം എനിക്കറിയാം, കാരണം ഇതാണ് അത്യാവശ്യം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഇതിൻ്റെ അകത്ത്. ഗൈസ്, ഇംഗ്ലീഷിലെ സ്റ്റഡി വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്തു. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ അങ്ങ് വിട്ടുപോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞേരം പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു, പിന്നെ വെറുതെ വീഡിയോ ഇട്ടിട്ട് ആര് കാണാനാന്ന് വിചാരിച്ചു. ഫിസിക്സ് ഞാൻ അങ്ങ് പഠിച്ചു പോവുകയല്ല, ഞാൻ ജസ്റ്റ് വായിച്ച് പോവുകയാണ്. ഞാൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിന് കുറച്ചുകൂടി അധികം കോൺസെൻട്രേഷൻ കൊടുത്തു. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിനായിരിക്കണം കോൺസെൻട്രേഷൻ കൂടുതലും കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്തു നിന്നായിരിക്കും മിക്കവാറും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ച് ഫസ്റ്റ് പാർട്ടത്തെ കാര്യമൊന്നും പഠിക്കരുത് എന്നല്ല, അതും പഠിക്കണം ഇതും പഠിക്കണം. കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് മറ്റേന് കൊടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പം അത്രയും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.